ഹായ്, വെൽക്കം ടു എൻഗേജ് ലോ. ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഓട്ടോമാറ്റിക് റെസ്പോൺസ്, അതായത് ബോട്ട് റിപ്ലൈ, അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. അതിനൊരു സാമ്പിൾ ഒരു ഫ്ലോ ആണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിലാദ്യം ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ ബോട്ട് മാനേജർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പോവാം. അവിടെ പോയി കഴിഞ്ഞാൽ ബോട്ട് റിപ്ലൈ എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ ക്രിയേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ബോട്ട് ഫ്ലോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതാണ് മറ്റേ ട്രിഗറിങ് വേർഡ്സ്, അതായത് എന്തൊക്കെ വേർഡുകൾ ഇട്ട് കഴിഞ്ഞാലാണ് ട്രിഗർ ചെയ്യേണ്ടത്, അതായത് ആ ഫ്ലോ സ്റ്റാർട്ടാവേണ്ടതെന്നുള്ളതിൻ്റെ ഇതാണ്. അവിടെ നമുക്ക് ഇഷ്ടം പോലെ എന്ത് വേർഡ് വേണമെങ്കിലും നമുക്ക് ഇടാം. അങ്ങനെ അപ്പോൾ നമുക്ക് നമ്മുടെ പർപ്പസിനനുസരിച്ചിട്ടുള്ള സംഭവം ഇവിടെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇവിടെ ടൈറ്റിൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ടൈറ്റിൽ ഇടുക. ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാം, എക്സാക്റ്റ് കീവേഡും സ്ട്രിങ് മാച്ചും. എക്സാക്റ്റ് തന്നെ ഇവിടെ എന്താണോ ഇട്ടത് ആ എക്സാക്റ്റ് അടിച്ചാൽ മാത്രമേ പിന്നെ ഫ്ലോ സ്റ്റാർട്ടാവുള്ളൂ. ഇവിടെ സ്ട്രിങ്ങിനിട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രിങ്ങിനാണ് ഇടേണ്ടത്. സ്ട്രിങ്ങിനിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ കൊടുത്ത വേർഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഫ്ലോ സ്റ്റാർട്ടാവും. ഇവിടെ നമ്മൾ ടൈറ്റിൽ കൊടുത്തു. ടൈറ്റിൽ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ക്ലിക്ക് ഓൺ സേവ്. അപ്പോൾ നമ്മളെ ഇനീഷ്യൽ സംഭവം ആയിക്കഴിഞ്ഞു. ഇനി അടുത്ത എന്താ വേണ്ടത് വെച്ചാൽ, പിന്നെ ഒരു കസ്റ്റമർ ഹായ് അയച്ചു. ഹായ് അയച്ചാൽ ഇവിടെ ഒരു സാമ്പിൾ ഫ്ലോ ഉണ്ട്. അത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാം. ഇതാണ് സാമ്പിൾ ഫ്ലോ. ഒരു കസ്റ്റമർ ഹായ് അയച്ചു. ഹായ് അയച്ചു കഴിഞ്ഞാൽ അടുത്ത പോകേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ വെൽക്കം മെസ്സേജാണ്. ഈ വെൽക്കം മെസ്സേജ് പോകണമെന്നുണ്ട് ഇവിടെ ഈ കമ്പോസ് ന്യൂ മെസ്സേജ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ ജസ്റ്റ് മൗസ് പിന്നെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം. ഇവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ഇടുക. ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലോയിൽ ഇമേജസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമേജസ് ആഡ് ചെയ്യുക. വീഡിയോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ആഡ് ചെയ്യുക. വീഡിയോൻ്റെ പിന്നെ സൈസ് വന്നിട്ട് 20 MB ആണ് മാക്സിമം. പിന്നെ ഓഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഓഡിയോ ആഡ് ചെയ്യാം. ഫയൽ വേണമെന്നുണ്ടെങ്കിൽ ഫയൽ ആഡ് ചെയ്യാം. പിന്നെ ഇൻറ്ററാക്റ്റീവ് അത് നമുക്ക് അടുത്ത ഓപ്ഷനിൽ വരുന്നുണ്ട്. അങ്ങനെ ഇതും ഇതെന്താ വെച്ചാൽ CTA URL ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു നമ്മുടെ ഫ്ലോയിൽ അവസാനം ഫോൺ നമ്പർ കണക്ട് ചെയ്യുക, വെബ്സൈറ്റ് കണക്ട് ചെയ്യുക, അതിനൊക്കെ യൂസ് ചെയ്യാനാണ് CTA. ലൊക്കേഷൻ പിന്നെ ലൊക്കേഷൻ തന്നെ. HTTPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നമ്മുടെ ഫ്ലോയും പിന്നെ കസ്റ്റമറിൻ്റെ ബാക്ക് എൻഡ് സെർവർ, അതായത് പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ. അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോൾ ഡോക്ടറൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പോയിൻമെൻറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അപ്പോയിൻമെൻറ്റ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അപ്പോയിൻമെൻറ്റ് എന്നുള്ളത്. ഗൂഗിൾ ഷീറ്റ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫ്ലോയിലൂടെ കയറി വരുന്ന എല്ലാ ഇൻഫർമേഷനുകളും അവിടെ ഓൾ ഇൻബോക്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മുടെ പിന്നെ ഡാഷ്ബോർഡിൽ. അവിടെ ആ ഇൻഫർമേഷൻ മുഴുവൻ കാണാൻ പറ്റും. ആ സെയിം ഇൻഫർമേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഷീറ്റിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ലീഡായിട്ട് നമുക്കത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ വാട്സപ്പ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഫ്ലോയിൻ്റെ ഈ എൻ്റയർ ഫ്ലോയിൻ്റെ ഇടയിൽ നമുക്ക് കസ്റ്റമറിനോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, കസ്റ്റമറിന് എന്തെങ്കിലും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാട്സപ്പ് ഫ്ലോ ഉപയോഗിക്കുന്നത്. യൂസർ ഇൻപുട്ട് ഫ്ലോയും സെയിം യൂസേജാണ്. പിന്നെ AI റിപ്ലൈ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് AI റിപ്ലൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ AIൻ്റെ പിന്നെ കണക്ഷൻ, നമ്മുടെ സോഫ്റ്റ്വെയറിൽ AIൻ്റെ ChatGPT അല്ലെങ്കിൽ DeepSeek അവരുടെ API കീ എന്ന് പറയും, അത് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അടുത്ത ഇൻസ്റ്റൻസിലേക്ക് AI പിന്നെ റെസ്പോണ്ട് ചെയ്യും. പിന്നെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതേപോലെ ഈ നേരത്തെ HTTP APIൻ്റെ പറഞ്ഞ പോലെ വേരിയസ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സെൻഡ് ചെയ്യേണ്ടത് വെൽക്കം മെസ്സേജാണ്. അപ്പോൾ വെൽക്കം മെസ്സേജ് ടെക്സ്റ്റ് എന്നുള്ള ഇവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതാണ് വെൽക്കം മെസ്സേജ്. നമ്മൾ ഈ വെൽക്കം മെസ്സേജ് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ഈ വെൽക്കം മെസ്സേജ് ഇവിടെ ഇടുന്നു. ഇവിടെ ഇട്ടതിന് ശേഷം ഇവിടെ സേവ് ഓപ്ഷൻ കാണാം. അവിടെ സേവ് എന്നടിക്കുന്നു. അപ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോ സ്റ്റാർട്ട് ചെയ്തു, വെൽക്കം മെസ്സേജ് ഇട്ടു. ഇനി അതിൻ്റെ അടുത്ത ഓപ്ഷനിൽ ഫ്ലോയിൽ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെനു ആണ്. അതായത് ഈ രണ്ട് മെനു കസ്റ്റമർക്ക് പോകണം. ഇവിടെ പ്ലീസ് ചൂസ് ആൻ ഓപ്ഷൻ ബിലോ ഡോക്ടർ പ്ലേസ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മളുടെ ടീമുമായിട്ട് സംസാരിക്കുക. അപ്പോൾ ഇത് രണ്ട് ചോയ്സാണ്. അപ്പോൾ ചോയ്സിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എന്താ അടുത്ത ഓപ്ഷൻ കൊടുക്കേണ്ടത് വെച്ചാൽ ഇവിടെ
മൗസ് ഹോൾഡ് ചെയ്തിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് വിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് വേണ്ടത് ഇൻറ്ററാക്റ്റീവ് എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് പിന്നെ അവിടെ സെലക്റ്റീവാണ്, അടുത്ത റെസ്പോൺസ് വരുന്ന സെലക്റ്റീവാണ്. അപ്പോൾ ഇൻറ്ററാക്റ്റീവിൽ ക്ലിക്ക് ചെയ്യുക. ഇൻറ്ററാക്റ്റീവിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ബട്ടൺ കാണാം, ലിസ്റ്റ് മെസ്സേജസ് കാണാം. ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബട്ടണാണ് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. നമ്മളെ ചോയ്സ് മൂന്ന് ചോയ്സേ ഉള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. 3-ൽ കൂടുതൽ 5, 6, 8 ഉണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റ് മെസ്സേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ 10 ഓപ്ഷൻ കൊടുക്കാൻ പറ്റും അങ്ങനെ. അപ്പോൾ ഇവിടെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് 2 ഓപ്ഷൻ, ഇവിടെ 2 ചോയ്സാണുള്ളത്. 2 ചോയ്സ് ആയിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ബട്ടണാണ്. അതിനു മുമ്പേ ഈ മെസ്സേജ് നമ്മൾ കോപ്പി ചെയ്യുന്നു. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ മെസ്സേജ് ഇവിടെ ഇടുന്നു, മെസ്സേജ് ബോഡീൻ്റെ ഉള്ളിൽ, എന്നിട്ട് സേവ് ചെയ്യുന്നു. അപ്പോൾ ഈ വെൽക്കം മെസ്സേജ് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ കസ്റ്റമർക്ക് ഇവിടെ കാണുന്നത് ചൂസ് ബിലോ എന്നായിട്ട്. ഇപ്പോൾ ഇവിടെ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ശേഷം ബട്ടൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡോക്ടർ പ്ലേസ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ, ഇവിടെ ബട്ടൻ്റെ ടൈറ്റിലാണത്. ആ ടൈറ്റിൽ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അടുത്ത റെസ്പോൺസ് പോകേണ്ടത്, ഇവിടെ സെൻഡ് എ മെസ്സേജ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സെൻഡ് എ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഫ്ലോ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ 2 പിന്നെ ബോട്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഒന്നിൽ പിന്നെ സപ്പോർട്ട്, ഒന്നിൽ സെയിൽസ്, രണ്ടിനും 2 ഫ്ലോ സെപ്പറേറ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ സെയിൽസ് അടിക്കുന്നവർക്ക് ഇവിടെ ഈ സ്റ്റാർട്ട് എ ഫ്ലോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫ്ലോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇതൊക്കെ മുമ്പേ ക്രിയേറ്റ് ചെയ്ത ഫ്ലോസാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഫ്ലോ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ സ്പെസിഫിക് ഫ്ലോ അവർക്ക് പോകും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഫ്ലോ അല്ല പോകേണ്ടത്, നമുക്ക് അടുത്ത റെസ്പോൺസാണ് വരേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത റെസ്പോൺസ് സെറ്റ് ചെയ്യുക. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ബട്ടൻ്റെ ആ ടെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ സെൻഡ് മെസ്സേജാണ് വേണ്ടത്. നേരെ താഴെ വരിക, എന്നിട്ട് സേവ് അടിക്കുക. ഇപ്പോൾ ഡോക്ടർ പ്ലേസ്മെൻ്റ് എന്ന് ഇവിടെ കാണാൻ പറ്റി. ഇനി അടുത്ത ബട്ടണും കൂടി ക്രിയേറ്റ് ചെയ്യാം. 2ാമത്തെ ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ടോക്ക് ടു അവർ സപ്പോർട്ട് ടീം. ഈ ബട്ടൺ ടെക്സ്റ്റ് കൊടുക്കുന്നതിന് ലിമിറ്റുണ്ട്, 20 ക്യാരക്ടറാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. കാരണം അവർ വാട്സപ്പിൻ്റെ ഉള്ളിൽ വാട്സപ്പിൻ്റെ ഡിസ്പ്ലേൻ്റെ ഉള്ളിൽ കാണുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സേവ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ബട്ടൺ ടെക്സ്റ്റ് കണ്ടോ, ഇവിടെ കണ്ടില്ലേ, ബട്ടൺ ടെക്സ്റ്റ് ഷുഡ് നോട്ട് ബി എക്സീഡഡ് 20 ക്യാരക്ടർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇവിടെ ഇതൊന്ന് ചെറുതാക്കുക. ഇവിടെ ആയിട്ടില്ല. അപ്പോൾ ടോക്ക് ടു സപ്പോർട്ട് നമ്മൾ സേവ് ചെയ്തു. ഇവിടെ ടോക്ക് ടു സപ്പോർട്ട്, ഇവിടെ ഡോക്ടർ പ്ലേസ്മെൻറ്റ്. അപ്പോൾ 2 ചോയ്സ് വന്നു. അപ്പോൾ ഇനി കസ്റ്റമർക്ക് അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ആദ്യം ഇത് വരും. ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് എന്താണ് ചോയ്സ് വരും. ചോയ്സ് വരുന്ന സമയത്ത് ഈ 2 ഓപ്ഷൻ കാണിക്കും. 2 ഓപ്ഷൻ കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തേക്കാണ് ഇനി അടുത്ത മെസ്സേജ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കസ്റ്റമർ ഇപ്പോൾ ഇതിൽ 2 ഏത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ മറ്റേ നമ്മുടെ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് എന്താ വെച്ചാൽ, കസ്റ്റമറിനോട് ബേസിക് ഡീറ്റെയിൽസ് ചോദിക്കണം, നെയിം ചോദിക്കണം, ക്വാളിഫിക്കേഷൻ ചോദിക്കണം, മെഡിക്കൽ സ്പെഷ്യാലിറ്റി ചോദിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇവിടെ ഡോക്ടർ പ്ലേസ്മെൻ്റാണ് ആദ്യം. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാദ്യം നമുക്ക് അടുത്ത ചോദിക്കേണ്ടത് കസ്റ്റമറിനോട് ചോദ്യമാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസർ ഇൻപുട്ട് ഫ്ലോ എന്നുള്ള ഓപ്ഷൻ കാണാം. ഇവിടെയാണ് ചോദ്യം ചോദിക്കേണ്ടത്. യൂസർ ഇൻപുട്ട് ഫ്ലോയിലേക്ക് നമ്മൾ വന്നു, ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇവിടെ ന്യൂ ഫ്ലോ സെലക്ട് ചെയ്തു. ഫ്ലോയിനൊരു പേര് കൊടുത്തു, ഡാറ്റ കളക്ഷൻ. അതായത് നമുക്ക് ഇവിടെ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഇവിടെ അടുത്ത ഓപ്ഷൻ കാണാം, സെൻഡ് ഡാറ്റ ടു ഗൂഗിൾ ഷീറ്റ്. അതായത് ഈ ക്വസ്റ്റ്യൻസ് മുഴുവൻ നമുക്ക്, ഈ ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും മുഴുവൻ നമുക്ക് ഗൂഗിൾ ഷീറ്റിലേക്ക് ലീഡായിട്ട് സേവ് ചെയ്യാൻ പറ്റും. അതിനിവിടെ ഓൾറെഡി നമ്മൾ അവിടെ പോയിട്ട് ഗൂഗിൾ ഷീറ്റ് കണക്ട് ചെയ്യണം. അങ്ങനെ ഗൂഗിൾ ഷീറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഗൂഗിൾ ഷീറ്റ് ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ ഇൻഫർമേഷൻ കസ്റ്റമർ ടൈപ്പ് ചെയ്യുന്നുണ്ടോ അത് മുഴുവൻ ഈ ഷീറ്റിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഷീറ്റിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് സേവ് ചെയ്തു. അപ്പോൾ ഇവിടെ കാണാൻ അടുത്ത ഓപ്ഷൻ ന്യൂ ക്വസ്റ്റ്യൻ എന്ന് കണ്ടു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ അവിടെ നമ്മളെന്താ ചോദിക്കുന്നത് വെച്ചാൽ ഫുൾ നെയിം. ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സും ഉണ്ട്, ഫ്രീയും ഉണ്ട്. ഇവിടെ ആയിട്ട് എൻ്റർ ഫുൾ നെയിം ഇവിടെ സേവ് ചെയ്യാണ്. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇവിടെ വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ അടുത്ത ഓപ്ഷൻ വന്നിട്ട് മെഡിക്കൽ സ്പെഷ്യാലിറ്റി. ഇത്രയും റിക്വയർമെൻ്റാണ് ഉള്ളത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ ഒരു താങ്ക് യു മെസ്സേജ് സെൻഡ് ചെയ്യും. ഇവിടെ അടിയിൽ കാണാം താങ്ക് യു മെസ്സേജ്. അവിടെ എടുക്കുക, അവിടെ ടെക്സ്റ്റാണ് വരിക. ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുക. സേവ് അടിച്ചു. ഇതേ ഓപ്ഷൻ ഇവിടെയും വരണം. ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇത് വീണ്ടും ഇതേപോലെ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഈ ഓരോ ബോക്സിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലോൺ എന്നുള്ള ഓപ്ഷൻ കാണാം. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഡ്യൂപ്ലിക്കേറ്റ് വരും. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ എല്ലാത്തിൻ്റെയും ക്ലോൺ എടുക്കുന്നു. എന്നതിന് ശേഷം ഇതൊക്കെ കണക്ട് ചെയ്യുന്നു. നമ്മളിത് ചെയ്യുന്തോറും ഇവിടെ സേവ് ബട്ടൺ ഉണ്ട്, ഇവിടെ അടിക്കണം. അപ്പോൾ സേവായി പോകും. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ ക്രിയേറ്റ് ചെയ്ത ഫ്ലോ മുഴുവൻ മിസ്സായി പോകും. അപ്പോൾ താങ്ക് യു ഫോർ ഇൻഫർമേഷനും അടിച്ചു കഴിഞ്ഞു. ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇൻഫർമേഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് ഓപ്ഷൻ എന്ന് വെച്ചാൽ പിന്നെ ഡോക്ടർ പ്ലേസ്മെൻറ്റ്. അതിൽ വീണ്ടും ചോയ്സ് വരികയാണ്. എവിടെയാണ്, മിഡിൽ ഈസ്റ്റ് ആണോ എന്ന്. അപ്പോൾ ആ ചോയ്സ് വരുന്ന സമയത്ത് ഇവിടെ വീണ്ടും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരെ ഇൻറ്ററാക്റ്റീവ് ഇടുക. ഇൻറ്ററാക്റ്റീവ് ഇട്ടിട്ട് ഇവിടെ ഈ ടെക്സ്റ്റ് കൊടുക്കുക, സേവ് അടിക്കുക. ഇവിടെ വീണ്ടും ബട്ടൺ സെലക്ട് ചെയ്യുക. ഇവിടെ ബട്ടൺ ചോദിക്കുന്നത് ഇന്ത്യയിലാണോ മിഡിൽ ഈസ്റ്റ് ആണോ. വീണ്ടും ബട്ടൺ ഇടുക, ഇന്ത്യ. ഇവിടെയും നമുക്ക് ഇതേപോലെ ക്ലോണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ മിഡിൽ ഈസ്റ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇത് കണക്ട് ചെയ്യുക. അങ്ങനെ അപ്പോൾ ഇന്ത്യയായി, മിഡിൽ ഈസ്റ്റായി. ഇനി അതിൻ്റെ ഇത് രണ്ട് ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പോകേണ്ട ഓപ്ഷൻസ് ഇവിടെ വേരിയസ് ഓപ്ഷൻസ് ഇങ്ങനെ വരുന്നുണ്ട്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ കണ്ടില്ലേ, ഇവിടെ 4 ഓപ്ഷനാണ് ഉള്ളത്. ഇവിടെ 4 ഓപ്ഷൻ ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അടുത്ത ഓപ്ഷൻ ഇവിടെ ഇന്ത്യയിലാണെങ്കിൽ ശരി, മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ ശരി. ഇവിടെ ഇവിടെ നമ്മൾ ഈ ഓപ്ഷനിൽ ഇവിടെ പിന്നെ ഞാൻ പറഞ്ഞു ബട്ടൺ 3 ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഇവിടെ കണ്ടില്ല 4 ചോയ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ 4 ചോയ്സ് ഇടുന്നുണ്ടെങ്കിൽ ഇവിടെ നെക്സ്റ്റ് അടിക്കുക. വീണ്ടും ഇൻറ്ററാക്റ്റീവിലേക്ക് കയറുക. ഇൻറ്ററാക്റ്റീവിലേക്ക് കയറിയിട്ട് ഇവിടെ ഈ ടെക്സ്റ്റ് ഇവിടെ ഇടുക. എന്നിട്ട് സേവ് അടിക്കുക. അതിന് ശേഷം ഇവിടെ ഇപ്പം എന്താ വേണ്ടത് വെച്ചാൽ ഇവിടെ ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം 4 ചോയ്സാണ് ഉള്ളത്. അതിന് പകരം ഇവിടെ ലിസ്റ്റ് മെസ്സേജ് എന്നുള്ള ഇത് ഇതേപോലെ ഡ്രാഗ് ചെയ്യുക, ജസ്റ്റ് വിടുക. ജസ്റ്റ് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ കാണാം ഓപ്ഷൻസ് കാണാം.
ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും ഇവിടെ ടെക്സ്റ്റിൻ്റെ പേര് കൊടുക്കുക. ചൂസ് ഫ്രം ഹിയർ, വ്യൂ ലിസ്റ്റ്. ഇവിടെ എന്ത് ചെയ്യുക വെച്ചാൽ നമുക്ക് ആ ഇത് കൊടുക്കുക, മെഡിക്കൽ കോളേജ്. ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഹോസ്പിറ്റൽ. ഇവിടെ ക്ലിനിക്ക്. ഇവിടെ 3 ഉള്ളൂ. ഇവിടെ അടുത്ത ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ക്ലോണിൽ നിന്ന് എടുക്കുക. ഇവിടെയും ടെക്സ്റ്റിന് ലിമിറ്റ് ഉണ്ട്, സൂട്ടബിൾ ഓപ്പർച്യൂണിറ്റി. ഇനി എന്ത് ചെയ്യുക വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതിനെയും കൂടെ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ 4 ഇങ്ങനെ 10 വരെ ക്രിയേറ്റ് ചെയ്യാം നമുക്ക്. ഇതിന് ശേഷം ഇവിടെ സേവ് അടിക്കുക. സേവ് അടിക്കുന്ന സമയത്ത്, അതായത് ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കണം. അതാണ് ഇപ്പോൾ ഈ മെസ്സേജ് വന്നത്. ഇപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ ടെക്സ്റ്റ് എടുത്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, താങ്ക് യു ഫോർ providing the information. We will അല്ലെങ്കിൽ our team will connect you shortly. ഇതെന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ സേവ് ചെയ്യാം. അതിന് ശേഷം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നേരത്തെ പറഞ്ഞ പോലെ ക്ലോൺ എടുക്കുക. എന്നിട്ട് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക. സേവ് ചെയ്യുക. ഇവിടെ എവിടെയോ എന്തോ മിസ്സായിട്ടുണ്ട്. എന്താ മിസ്സായതെന്ന് വെച്ചാൽ ഇവിടെയാണ്. ഇവിടെ നമ്മളൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് മിഡിൽ ഈസ്റ്റ്. ഇവിടെ നമ്മൾ കണക്ട് ചെയ്യണം. ഇനി ഇവിടെ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഇതേ സെയിം ചോയ്സ് തന്നെ ഇവിടെയും കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതേപോലെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് അടിച്ചിട്ട് പിന്നെ ഇൻട്രാക്റ്റീവ് സെലക്ട് ചെയ്യുക. ഇൻട്രാക്റ്റീവിൽ പിന്നെ ഇതേപോലെ ബട്ടന് പകരം ലിസ്റ്റ് മെസ്സേജ് ഇടുക. അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഈ ഫ്ലോ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ സേവ് ചെയ്യുക. അപ്പോൾ ആ ടെക്സ്റ്റ് ഇത് സേവായി. ഒരു ബട്ടൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇടണം, അല്ലാന്നുണ്ടെങ്കിൽ സേവ് ആവില്ല. അപ്പോൾ ഈ ഫ്ലോ കംപ്ലീറ്റ് ക്ലിയറായി. ഇനി എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത ആദ്യത്തെ വന്നു കഴിഞ്ഞാൽ ടോക്ക് ടു എക്സ്പേർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ താങ്ക് യു ഫോർ പ്രൊവൈഡിങ് ദ ഇൻഫർമേഷൻ ഉണ്ട്. ഇവിടെ അവർ ടീം വിൽ കണക്ട് യു ഷോർട്ട്ലി. അതുകൊണ്ട് നമ്മുടെ കോൺടാക്റ്റ് നമ്പറും ബാക്കിയുള്ള എന്താ പറയുക വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അതിടാം. ഇൻസ്റ്റാഗ്രാം എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ നിലവിലിപ്പോൾ ഉണ്ടാക്കിയ ഫ്ലോ ഇവിടെ ഞാനിപ്പോൾ ഇവിടെ ഈ ഫ്ലോയിൻ്റെ ടൈറ്റിൽ ഞാൻ മാറ്റുകയാണ്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഞാനിവിടെ ഒന്ന് റിഫ്രഷ് ചെയ്യാണ്. ഇവിടെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം. ഇവിടെ ഓപ്ഷൻസ് എന്നാൽ ഇത് സെയിം നമുക്ക് വേറെ പുതിയ ഫ്ലോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് കഴിഞ്ഞാൽ സെയിം ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വരും. അവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാം. പിന്നെ അതിന് ശേഷം എന്താ വെച്ചാൽ വേറൊരു പിന്നെ ബോട്ടിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോപ്പി അടിച്ചിട്ട് വേറെ ബോട്ടിലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ ഇവിടെ ബാക്കപ്പ്, അതായത് നമ്മൾ ഈ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഇത് ബാക്കപ്പ് ആവും.
ആ ഫ്ലോ ബാക്കപ്പായി. ഇനി ഇവിടെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും അതേപോലെ ആ ക്രിയേറ്റ് ചെയ്യുന്ന സെക്ഷനിലേക്ക് വീണ്ടും പോകും. ഇങ്ങനെയാണ് പിന്നെ ബോട്ട് ക്രിയേറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.